ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 2 തെസ്സലോനിക്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള ഭാഗങ്ങളിൽ, സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണമെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. പരിശുദ്ധാത്മാവ് അടുത്തൊരു കാര്യം സഭയോട് പറയുകയാണ്. ഞങ്ങളോട് പഠിച്ച, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏതൊരു സഹോദരനോടും, ഇത് വെച്ചാൽ സത്യസുവിശേഷം അറിഞ്ഞ് നരകത്തിന് അവകാശിയായതിനെ സ്വർഗീയ അവകാശത്തിലേക്ക് കൊണ്ടുവന്ന് ഇത് സത്യമാണെന്ന് അറിഞ്ഞിട്ട് ഇതിനകത്തുകൂടെ വിശ്വസ്തയോടെ സഞ്ചരിച്ച് ഏകസത്യ ദൈവത്തെ ആത്മാവിൽ ആരാധിച്ച് നടന്നിട്ട് ഈ ഉപദേശത്തിൽ നിന്ന് മാറി ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും നിങ്ങൾ അകന്നുകൊള്ളണം. പൗലോസ് ഇത് പറയാനുള്ള പ്രധാന കാരണം ഇവിടെ പറയുന്നു, നിങ്ങൾ അങ്ങനെയുള്ളവരെ വിട്ട് അകന്നുകൊള്ളണം എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് പൗലോസ് ആജ്ഞാപിക്കുന്നത്. പ്രിയരെ, അത് പറയാൻ പ്രധാന കാരണം വിശ്വാസത്തിനകത്ത് വളരെ ആഴത്തിൽ, ആ വേര് വളരെ ആഴത്തിൽ വന്നിട്ടില്ലെങ്കിൽ പാല് കുടിക്കുന്നവരുമുണ്ട്, കട്ടിയാഹാരം കഴിക്കുന്നവരുമുണ്ട്. എന്നാൽ ഈ ആഴം, ആ വേരിൻ്റെ ആഴം നല്ല ആഴത്തിലല്ലെങ്കിൽ പെട്ടെന്ന് കേൾക്കുന്ന ചില ഉപദേശങ്ങൾ, ചിലരുമായിട്ട് നടക്കുന്ന ചില കൂട്ടുകെട്ടുകൾ ചിലരെ വിശ്വാസത്തിൽ നിന്ന് തന്നെ തകർത്ത് കളയും. എത്രയോ പേരെ നമുക്ക് കാണാൻ പറ്റും. കൂട്ടുകെട്ട് ചേർന്ന് നടക്കുന്നത് തെറ്റെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ആത്മീയതയിൽ നിന്ന് നിന്നെ തകർത്തു കളയുന്ന ഒരു വിഷയത്തിനകത്താണ് നിൽക്കുന്നതെങ്കിൽ, അതാണ് അവിടെ പറയുന്നത്. ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും, സഹോദരനാണ്, കൂട്ടു സഹോദരനാണ്. സഹോദരൻ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നതാണ്. പക്ഷേ ഈ സുവിശേഷത്തിനകത്ത് നിന്ന് നിന്നെ അടർത്തിക്കൊണ്ടുപോകാൻ സാധ്യതയുള്ള ക്രമക്കേടുള്ള ഒരു വ്യക്തിയോട് ചേർന്ന് നടന്നാൽ നിൻ്റെ വിശ്വാസ ജീവിതം തകർന്നു പോകും. ഇതറിഞ്ഞിട്ടാണ് പരിശുദ്ധാത്മാവ് സഭയോട് പറയുന്നു, ഇങ്ങനെയുള്ളവരോട് നിങ്ങൾ അകരണം. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് അറിഞ്ഞ സത്യത്തിൽ നിന്ന് നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്ന സാത്താന്യ മണ്ഡലങ്ങൾ വേറൊരു വ്യക്തിയിൽ വ്യാപരിക്കുന്നെങ്കിൽ അവരോട് ചേർന്ന് നടക്കരുത്. അത് നമ്മുടെ നിത്യത നഷ്ടപ്പെടുത്തും. അത് ഈ ലോകത്തിൽ നമുക്ക് സുഖങ്ങൾ സമ്പാദിച്ചെന്ന് വന്നേക്കാം, പക്ഷേ നിത്യത എന്ന ആ ദർശനത്തെ ഉടച്ചു കളയും. നമ്മുടെ ജീവിതത്തിൽ അത് നഷ്ടപ്പെട്ടു പോകാതെ നിത്യതയെ മുറുകെ പിടിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.